അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെയർ ഓയിൽ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് പറഞ്ഞാൽ ഒരു 3-4 ഐറ്റംസ് അല്ല, എന്നുവെച്ചാൽ നമുക്ക് വീട്ടിൽ കിട്ടാവുന്ന സാധനങ്ങളും പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടതായിട്ട് വരുന്നതും നമ്മുടെ കരിഞ്ജീരകം എന്ന് പറഞ്ഞാൽ അത് മാത്രം നമുക്ക് പുറത്തുനിന്നായിട്ട് വാങ്ങിച്ചാൽ മതി. പിന്നെ ഉലുവ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും കാണും. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടാണ് എണ്ണ കാച്ചുന്നത്. ഞാൻ നേരത്തെ ഒരു ഓയിൽ യൂസ് ചെയ്തപ്പോൾ നല്ല രീതിയിൽ മുടി വളർന്നതാണ്. പക്ഷേ ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തിയതിന് ശേഷം പിന്നെ ഞാൻ ഹെയർ ഒന്നും കെയർ ചെയ്യാതെയായി, കുറേ ഡാമേജസ് വന്നു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പം പിന്നെ ഞാൻ ആ ഓയിൽ ഞാൻ ഉണ്ടാക്കാൻ മടിയായിട്ട് ഞാനത് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഞാനാണെങ്കിൽ പാരഷൂട്ടിന് ഈ ഒരു എണ്ണയാണ് യൂസ് ചെയ്തത്. പക്ഷേ ഞാൻ ഡെയിലി കാച്ചി എണ്ണ തേച്ചിട്ട് എനിക്ക് പിന്നീട് ഇത് തേച്ചപ്പോൾ എനിക്ക് തലവേദന എടുക്കാൻ തുടങ്ങിയിട്ട് പിന്നെ ഞാനിപ്പം വിചാരിച്ചു എന്നാൽ പിന്നെ എണ്ണ കാച്ചാന്ന് വിചാരിച്ചു. പിന്നെ ഹെയർ നല്ല രീതിയിൽ ഡാമേജ് ആയിട്ട് മുടി ഒരുപാട് കൊഴിഞ്ഞു പോയി, പ്രോപ്പറായിട്ട് കെയർ ചെയ്യാത്തത് കൊണ്ട് മുടി ഒരുപാട് കൊഴിഞ്ഞു പോയി. ഞാൻ വിചാരിച്ചു ഇനി എണ്ണ കാച്ചാം. നേരത്തെ ഞാൻ ഈ ഒരു എണ്ണ കാച്ചുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ വീഡിയോ ഉറപ്പായിട്ടും കാണണം. അപ്പോൾ ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ വെള്ളം വീഴുന്ന സൗണ്ട് കേൾക്കാൻ സാധ്യതയുണ്ട്. കാരണം മഴയായിരുന്നു. ഇപ്പം മറ്റേ ഷെയ്ഡിൽ നിന്ന് ഞാൻ താഴോട്ട് വെള്ളം വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനപ്പോൾ ഈ എണ്ണ തേക്കാൻ തുടങ്ങുന്നതിന് മുന്നായിട്ട് എൻ്റെ ഹെയറിൻ്റെ ഒരു തുമ്പ് ഇച്ചിരി കട്ട് ചെയ്യും. കാരണം സ്പ്ലിറ്റൻസ് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ എണ്ണ തേച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമ്മുടെ ഹെയർ ഗ്രോ ചെയ്യും. അപ്പം നിങ്ങളുടെ ഹെയറും ഇതുപോലെ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടേക്കുന്നതാണ്. ലെയറൊക്കെ വെട്ടിയിട്ടവർക്കാണെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അല്ലാതെ ഒരു ദിവസം തേച്ച് 2 ദിവസം തേച്ചു എന്ന് പറഞ്ഞിട്ട് ആരും മുടി വളർന്നില്ലാതെ പറയരുത്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ തേച്ച് വരുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ഹെയർ ഗ്രോ ചെയ്യും. പിന്നെ നിങ്ങൾ ഇടയ്ക്ക് നമ്മളുടെ സ്കാൽപ്പ് മസാജ് ചെയ്ത് കൊടുക്കുകയും രാത്രിയിൽ മുടി അഴിച്ചിട്ടൊന്നും കിടക്കാതെ കെട്ടിയൊക്കെ വെച്ച് കിടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഹെയർ ഗ്രോ ചെയ്യും. പിന്നെ ഞാൻ ഉൾപ്പെടെ കുറേ പേര് ചെയ്യുന്നൊരു തെറ്റാണ് നമ്മളുടെ ഹെയറിൽ കോമ്പിട്ടിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ വലിച്ചു പറിക്കുന്നത്. അങ്ങനെ ചെയ്യാതിരിക്കുക. എൻ്റെ മുടി കൂടുതലും പോയിട്ടുള്ളത് അങ്ങനെയാണ്. ഞാൻ ഈ വണ്ടിയിലൊക്കെ പോയിട്ട് ഹെയർ കെട്ട് വീഴുമ്പോൾ ജസ്റ്റ് ഈരി ഒരു സൈഡിൽ കൊണ്ടുവെക്കും. എന്നിട്ട് പിന്നെ അത് കുറേ ചെടയാകുമ്പോൾ പിന്നെ ഈരി അവിടെ വെച്ച് കൊണ്ടുവച്ചിട്ട് പിന്നെ അത് കട്ട് ചെയ്ത് കളയുന്നതാണ് ഞാൻ ചെയ്യുന്ന പണി. നിങ്ങളും അങ്ങനെ ചെയ്യരുത്. അത് നമ്മളുടെ ഹെയർ ഒരുപാട് ഡാമേജ് ഉണ്ടാക്കും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കയ്യോന്നി പറിക്കാനാണ് പോയത്. നമ്മുടെ പറമ്പിലൊക്കെ കാണും. അപ്പോൾ ഞാനത് ഒരു തൈ മാത്രമേ ഉള്ളായിരുന്നു അവിടെ. അപ്പോൾ ഞാനത് പറിച്ചു. പിന്നെ ഞാൻ പറിക്കാൻ പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ ആര്യവേപ്പിലയാണ്. ഇതും എല്ലാവരും വീട്ടിൽ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പറിച്ചത് കിളിച്ച് വരുന്നതേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ അതും പറിച്ചിട്ടുണ്ട്. മഴയെല്ലാം പെയ്തിങ്ങനെ പൊട്ടിക്കിളിച്ച് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളൂ. കാരണം ഞാൻ കുറച്ച് എണ്ണ കാച്ചുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ കറ്റാർ വാഴ ഇത് ഞാൻ ഇപ്പോൾ തന്നെ കൊണ്ട് നട്ടതാണ്. അപ്പുറത്തുനിന്ന് വീട്ടിൽ പറിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം ഞാൻ എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ കറ്റാർ വാഴ, കയ്യോന്നി, പിന്നെ ഇത് കരിഞ്ജീരകം, ഇത്രയും ഞാൻ എടുക്കുന്നുള്ളൂ. കരിഞ്ജീരകം നമ്മുടെ മുടി വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഉലുവയും നമ്മുടെ തലയ്ക്കൊക്കെ തണുപ്പ് കിട്ടാനൊക്കെ നല്ലതാണ്. കറിവേപ്പില 1ാം സ്ഥാനം. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് മൈലാഞ്ചി ഇലയാണ്. അത് നിങ്ങൾ എണ്ണ കാച്ചുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം നിങ്ങൾ എടുക്കാൻ. ഞാൻ ഇച്ചിരി ഒരു 1/2 കിലോ എണ്ണയിൽ ഞാൻ കാച്ചുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതിനുള്ളത് കാണിക്കുന്നുള്ളൂ. പിന്നെ കറ്റാർ വാഴ, കയ്യോന്നി ഞാൻ വേരോടുകൂടിയാണ് എടുത്തത്. നല്ലതായിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണ് കയ്യോന്നി ഞാൻ എടുത്തത്. പിന്നെ ചെമ്പരത്തി പൂവാണ് എടുത്തേക്കുന്നത്. ചെമ്പരത്തി പൂവും പിന്നെ ഒരു സവാള, ഒരു ചെറിയ സവാള എടുത്തേക്കുന്നത്. പിന്നെ ചെമ്പരത്തിയുടെ മൊട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കണം. ഞാനിത് വാഷ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിത് നല്ല രീതിയിൽ വാഷ് ചെയ്തെടുത്തിട്ട് അരിഞ്ഞിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ ഇത്രയും എണ്ണ ഞാൻ എടുക്കുന്നുള്ളൂ. 1/2 കിലോ എണ്ണ. ഇത് നമ്മുടെ ആട്ടിയ തേങ്ങയുടെ വെളിച്ചെണ്ണയാണ്. അല്ലാതെ കടയിൽ നിന്നൊന്നും വാങ്ങിക്കുന്നത് യൂസ് ചെയ്യേണ്ട. അപ്പോൾ ഞാൻ എല്ലാം നല്ലതായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട്. കഴുകി അരിഞ്ഞെല്ലാം എടുത്തിട്ടുണ്ട്. ചെമ്പരത്തിയൊക്കെ ജസ്റ്റ് ഇതള് എടുത്ത് വെച്ചാൽ മതി. പിന്നെ ഞാൻ ഇച്ചിരി മുരിങ്ങയിലയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും എടുക്കുക. അതും ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ വൈകിട്ടാണ് പിന്നെ വീഡിയോ എടുത്തത്. നമ്മുടെ മിക്സ് എല്ലാം നല്ല രീതിയിൽ അരച്ച് വെച്ചിട്ടുണ്ട്. അരിഞ്ഞ് വെച്ചതെല്ലാം ഒരുമിച്ചാണ് അങ്ങ് അരച്ചത്. പിന്നെ നമ്മളുടെ കരിഞ്ജീരകവും ഉലുവയും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ പൊടിച്ചെടുക്കണം. ഞാൻ എല്ലാം ഒരുമിച്ചാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എണ്ണ കാച്ചാനായിട്ട് ഇരുമ്പ് ചീനിച്ചട്ടിയാണ് ഞാൻ എടുക്കുന്നത്. ഇത് ഞാൻ പണ്ട് തൊട്ടേ എണ്ണ കാച്ചുന്നൊരു ചീനിച്ചട്ടിയാണ്. കരിയൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട.
അത് അഴുക്കൊന്നുമല്ല, ചീനച്ചട്ടി എന്തോ മുറിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആ ചട്ടിയിലോട്ട് ഫസ്റ്റായിട്ട് ഇട്ടതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ മിക്സാണ് ഇട്ടത്. കാരണം അതിനകത്തിലെ വെള്ളം വറ്റിയിട്ട് എണ്ണ ഒഴിക്കുന്നതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത്. അല്ലാതെ നമ്മൾ ആ എണ്ണയിലോട്ട് ഈ മിക്സ് ഇടുകയെന്നുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതിനകത്തിലെ വെള്ളം ജസ്റ്റ് ഒന്ന് വറ്റിച്ചതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അതിനകത്തിലേക്ക് ആ ഫുൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മൂപ്പ് പരുവാകുന്ന രീതി വരെ നന്നായിട്ട് ഇളക്കി, കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ എണ്ണ ഒഴിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കിടക്കും. നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് എണ്ണയുടെ കൂടെ അത് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുന്നുണ്ട്. കൈ എടുക്കാതെ ലോ ഫ്ലെയിം ആക്കിയിട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ശേഷം ഇത് ഇളക്കിയാൽ മതി. അതിനുശേഷം അതൊരു ജസ്റ്റ് ഒന്ന് മൂക്കാറാക്കി ആവുമ്പോഴത്തേക്ക് നമുക്ക് ഈ 2 പൊടികളും ഇട്ട് കൊടുക്കാം. കരിഞ്ജീരകവും ഉലുവയും നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി തലനീരൊക്കെ ഇറങ്ങുന്ന പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ എണ്ണ നമ്മൾ ഇറക്കുന്നതിന് മുന്നായിട്ട് ഒരു 2-3 കുരുമുളക് ഇട്ടാൽ മതി. അപ്പം തലനീരൊന്നും ഇറങ്ങുന്ന പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. അപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഫൈനലായിട്ട് ഇങ്ങനെയാണ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാം മൂത്തതിന് ശേഷം എണ്ണ ഇറക്കി വെച്ചിട്ടുണ്ട്. പിറ്റേ